ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇത്രയും കാലം ചേച്ചിയുടെ കൂടെ നിന്ന് ചേച്ചി പോലും അറിയാതെ ചേച്ചിക്ക് മുട്ടം പണിയും കൊടുത്ത് നമ്മുടെ ദീപ് കുറേ കാശൊക്കെ അങ്ങ് സമ്പാദിച്ചു. പക്ഷേ അത് പുറത്തെടുക്കാനോ ആരെയും കാണിക്കാനോ കഴിയാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു വീർപ്പുമുട്ടലിൽ കഴിയുകയാണ് ദീപു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ ദീപുവിനും ഒരു ദിവസം പിടി വീണു. അതും നമ്മുടെ ചിത്ര കണ്ടുപിടിച്ചു. ചിത്ര എന്നിട്ടുള്ള കാര്യം ചെന്ന് അപ്പുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ സ്വഭാവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മകൻ വന്ന് അച്ഛനോട് ചോദിക്കുക. ദീപുവിനോട് അപ്പു ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും നേരെ തലക്കനം മറിഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം, അതായത് ഇപ്പോഴത്തെ ഈ മാറ്റങ്ങളും കാര്യങ്ങളും ചിത്രയുടേതാണെന്നും പറഞ്ഞുകൊണ്ട് മകനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദീപു. അപ്പോൾ അച്ഛൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുന്നതാണോ അച്ഛൻ പറയുന്നതാണോ ശരി? കുറച്ചുകൂടി അപ്പുവിന് ശരിയായിട്ട് തോന്നിയത് നമ്മുടെ ദീപു പറഞ്ഞതാ. അപ്പോൾ ദീപു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ പേടിച്ചു പോയി, എൻ്റെ അച്ഛനെ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് സൂക്ഷിച്ചത്, അങ്ങനെ കൂട്ടുകാരനായി നടന്ന എൻ്റെ അച്ഛൻ ഇനി എൻ്റെ ശത്രു ആകുമെന്ന് പേടിച്ചു പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മുടെ അപ്പു അങ്ങ് പോയി. അപ്പു അതും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദീപ് നിന്ന് ആലോചിക്കുക, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം അത് പ്രശ്നത്തിലേക്ക് എത്തും, അത് പ്രശ്നത്തിലേക്കായി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടു പോകും, അതുകൊണ്ട് എല്ലാത്തിനും പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു തീരുമാനവുമായിട്ട് നമ്മുടെ ദീപു ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സുമിത്ര അന്വേഷണങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നെട്ടോട്ടോടുമാണ് മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ഓരോരുത്തരെക്കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ സുമിത്ര ആകെ വിഷമിച്ച് എന്താ പറയുന്നത്, ആകെ ദുഃഖത്തിൻ്റെ ആ ഒരു നടുവിൽ ഇങ്ങനെ നിൽക്കുക. ആരെക്കുറിച്ചും പൂർണ്ണമായൊരു അറിവ് ഇതുവരെ സുമിത്രയ്ക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുമിത്ര ദീപുവിനെ കാണാൻ വരുന്നതൊക്കെ. അപ്പോൾ ദീപുവിനെ കണ്ട് ഹോസ്പിറ്റലിലെ ബില്ല് മുഴുവൻ ആരാണ് അടച്ചത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അത് ഞാനാണ് ചേച്ചി അടച്ചതെന്ന് ദീപു പറയണം. അപ്പോൾ ദീപുവിൻ്റെ കയ്യിൽ കടം കാരണം ഒരു രക്ഷയില്ലെന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത് ദീപുവാണ് അടച്ചതെന്ന് പറയുമ്പം അതും ഒരു സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ സുമിത്ര. അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം ഇങ്ങനെ ദീപുവിൻ്റെ ജീവിതത്തിൽ ദീപുവിൻ്റെ തലയ്ക്ക് മീതെ ഇടുത്തി എന്നുള്ള രീതിയിൽ വന്നിങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ എങ്ങനെ കൂട്ടി ഇണക്കി ഒന്ന് ലെവലാക്കി കൊണ്ടുപോകുമെന്ന് ഇപ്പോൾ ദീപുവിന് അറിയാത്തൊരവസ്ഥയിൽ ദീപു ഇങ്ങനെ കിടന്ന് വട്ടക്കൊട്ട വെള്ളം കോരിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ നമ്മുടെ പൂജയെ എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കണമെന്നുള്ള ചിന്തയുമായിട്ട് പൂജയെ എങ്ങനെയെങ്കിലും വശീകരിച്ച് നശിപ്പിക്കണം, അതുവഴി പൂജയെ സ്വന്തമാക്കണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുമായിട്ട് ഈ പങ്കജ് വളരെ മോശമായ രീതിയിൽ ചിന്തിച്ച് കൂട്ടുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഇവരാരും അറിയാതെ നമ്മുടെ പൂജയെ ഇവൻ്റെ ക്യാബിനിലേക്ക്, അതായത് ഇവൻ്റെ കമ്പനിയുടെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നു. പൂജ അന്നേരം ഇതൊന്നും ഓർക്കുന്നില്ല. പൂജ അവിടെ ജോലി ചെയ്യുന്നു, അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നുള്ള നിലയിൽ ഈ പങ്കജിനെ കാണാനായിട്ട് പങ്കജിൻ്റെ റൂമിലേക്ക് പോവുക. എന്നിട്ട് പങ്കജാണെങ്കിലോ നമ്മുടെ പൂജ ഇങ്ങനെ ചെയ്യുന്നതും പൂജ ഇങ്ങനെ ഇരിക്കുന്നതുമൊക്കെ ഇങ്ങനെ ഒരു വൃത്തികെട്ട കണ്ണുകൊണ്ട് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പൂജയ്ക്ക് ആദ്യം അത് മനസ്സിലായില്ല. പക്ഷെ പൂജ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ ഈ നോട്ടവും മാതിരിയൊക്കെ കണ്ടപ്പോൾ പൂജയ്ക്ക് മനസ്സിലായി കാര്യം വശപ്പശകാണ്, ഇവനെന്തോ ചീത്ത കാര്യമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ പൂജ ഇവനെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴേക്കും പൂജയാണെങ്കിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിരുന്ന് ഇങ്ങനെ പൂജയെ പുകഴ്ത്തുന്നു. അതുപോലെ തന്നെ പൂജയെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കണ്ണുകൾ കൊണ്ട് നോക്കുന്നു. അപ്പോഴേക്കും എന്തിനാണ് പങ്കജ് ചേട്ടൻ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് പൂജ ചോദിച്ചപ്പം എന്താ നിനക്ക് ഇത്ര ധൃതി, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഈ പങ്കജ്, അപ്പോൾ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് തീർത്തിട്ട് എനിക്ക് പോകാമായിരുന്നു, അല്ലാതെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊന്നും സമയമില്ല എന്ന് നമ്മുടെ പൂജ അന്നേരം പറയുക. ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പങ്കജ് ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. പൂജയ്ക്ക് മനസ്സിലായി ഇവൻ്റെ ദുരുദ്ദേശമാണ്, ഇവൻ അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്ന്. പൂജ എന്നിട്ട് ഇവനോട് രണ്ട് ധിക്കാരവും പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പൂജ നീ എടുത്ത് ചാടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ പൂജയെ പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. പൂജയുടെ അടുത്ത് ഇവൻ്റെ കളി വല്ലതും നടക്കുമോ, ഇവൻ്റെ പേടിപ്പീര് വല്ലതും നടക്കുമോ? ഒന്നും നടക്കാൻ പോണില്ല. അങ്ങനെ നമ്മുടെ പൂജ ഇവനോട് നാല് വർത്തമാനവും പറഞ്ഞിട്ട് എന്തായാലും മേഡവും അല്ലെങ്കിൽ സാറും ഉള്ളപ്പം എന്നെ വിളിപ്പിച്ചാൽ മതി, അല്ലാതെ പങ്കജ് സാർ മാത്രം ഉള്ളപ്പം ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ ഇങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞ് പൂജ പോയി കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അഹങ്കാരത്തിനുള്ളത് ഞാൻ തരാവടി, നിനക്ക് സാറും മേഡവും ഉള്ളപ്പോഴാണ് വരാൻ പറ്റുള്ളൂ അല്ലേ, ഞാൻ വരുത്താവടി എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും നമ്മുടെ പൂജ അവിടെ നിന്ന് ഇവൻ്റെ കെണിയിൽ പെടാതെ രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പൂജയെ കെണിയിലാക്കാൻ നിന്ന് അവൻ ചമ്മിപ്പോയെന്ന് തന്നെ പറയാം. ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഭയങ്കര ആലോചനയും കാര്യങ്ങളുമാണ്. അപ്പോൾ സ്വരമോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലിങ്ങനെ കിടന്ന് വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുമിത്രയ്ക്ക്. അതായത് എനിക്ക് എൻ്റെ അച്ഛമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മമ്മയൊക്കെ ആയിട്ട്
നമ്മുടെ സുമിത്ര വന്നിരുന്നെങ്കിൽ സുമിത്രയെ എൻ്റെ സ്വന്തം ആയേനെന്നൊക്കെ കൊച്ചു പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ കാര്യമൊക്കെ അങ്ങനെ ആകാമായിരുന്നു എന്നുള്ള രീതിയിൽ കൊച്ചു പറഞ്ഞത് സുമിത്രയ്ക്ക് വല്ലാതെ വേദനയാക്കി. സുമിത്ര ഇങ്ങനെ ആ വേദനയോട് കൂടി അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അപ്പോൾ പൂജ വന്നു. എന്താ അമ്മ പറ്റിയേ? അമ്മ എന്താ ആലോചിക്കുന്നത്? അമ്മയുടെ മുഖത്ത് എന്താ ആകെ ഒരു സങ്കടം? എന്താ കാര്യമെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു മോളെ എന്ന് പറഞ്ഞു. അമ്മ എന്ത് കാര്യം ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഇപ്പോൾ ആരുടെ കയ്യിലാണെന്ന് നിനക്കറിയാം. അതെങ്ങനെ അവരുടെ കൈകളിൽ എത്തി എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ മോളെ എന്നൊക്കെ സുമിത്ര ചോദിക്കുക. അപ്പോഴേക്കും അമ്മ മാത്രം മതി എന്നുള്ള രീതിയിൽ പൂജ ഇങ്ങനെ സുമിത്രയോട് പറഞ്ഞപ്പം, ഇല്ല മോളെ, എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ദുരിതം അനുഭവിച്ചാലും നിനക്ക് അവകാശപ്പെട്ടതെല്ലാം നിൻ്റെ കൈകളിൽ തന്നെ വന്നെത്തിച്ചേരണം. നിനക്ക് വേണ്ടി നിൻ്റെ അച്ഛൻ സമ്പാദിച്ചതൊന്നും മറ്റാരും കൈയടക്കി വെക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റാരും തട്ടിക്കൊണ്ടു പോകേണ്ടതായ ഒരു കാര്യമില്ലെന്നും അതെല്ലാം നിൻ്റെ കൈകളിൽ വന്നെത്തേണ്ടതാണെന്നും അത് നിൻ്റെ കൈകളിൽ വളരെ ഭദ്രമായി തന്നെ വന്നെത്തണം. അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഈ അമ്മ അതിനെല്ലാം തയ്യാറാകുമെന്നും ഈ അമ്മ അത് നിനക്ക് നേടിത്തരുമെന്നും സുമിത്ര പൂജയോട് പറയാം. അപ്പോൾ പൂജയോട് സുമിത്ര ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം സ്വത്തുക്കൾ കിട്ടുമെന്നുള്ളൊരിത് കൊണ്ടല്ല, അമ്മയ്ക്ക് തന്നെ ഇത്രത്തോളം കരുതലാണല്ലോ എന്നും അമ്മ തൻ്റെ കാര്യങ്ങളിൽ ഇത്രത്തോളം കരുതലെടുക്കുന്നുണ്ട്, ആത്മാർത്ഥത എടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ കൊണ്ടാണ് നമ്മുടെ പൂജയ്ക്ക് അത്രയും ഒരു ഇഷ്ടം അല്ലെങ്കിൽ അത്രയും ഒരു ഇതൊക്കെ വരുന്നത്. അങ്ങനെ തൻ്റെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ തിരിച്ചു പിടിക്കുമെന്നുള്ള വാശിയോടെ ആ ഒരു വെല്ലുവിളിയോടെ നമ്മുടെ സുമിത്ര അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇതേ സമയത്ത് സുമിത്രയുടെ മെമ്മറിയിൽ ഇപ്പോൾ സംശയനിഴലിൽ പലരും നിൽക്കുന്നുണ്ട്. ആ നിഴലിൽ ഇപ്പോൾ ദേ വന്ന് നിൽക്കുകയാണ് ദീപു. അങ്ങനെ ദീപു എന്ന് പറയുന്ന അനിയൻ ഇത്രയും കാലം തന്നോട് ചെയ്തത് ശരിയായിരുന്നു, അതോ തന്നെ കബളിപ്പിക്കുകയായിരുന്നോ, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുകയായിരുന്നോ എന്നൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സുമിത്ര ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്രയുടെ മൈൻഡ് മാറിപ്പോകുമ്പോഴേക്കും പൂജ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ പറ്റിയത്, അമ്മ എന്താ ആലോചിക്കുന്നതെന്ന്. ഒന്നുമില്ല മോളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേനും സുമിത്ര പൂജയെ പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രഞ്ജിതയാണെങ്കിൽ അവിടെ ഇരുന്ന് ആകെ വെകിളി പിടിച്ചിരിക്കുക. കാരണം കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് സുമിത്ര ഈ രഞ്ജിതയോട് പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഒരു എല്ലാം കൂടെ കൂട്ടിയിണക്കി നോക്കിക്കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ രഞ്ജിതയ്ക്ക് കണ്ടകശനിയാണെന്നുള്ള രീതിയിലാണ് രഞ്ജിത മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനുകളും കാര്യങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.